ജൈവവളങ്ങളിൽ ഏറ്റവും ഗുണമേന്മയേറിയ വളം കോഴിവളം തന്നെയാണ്. കാലിവളത്തിനേക്കാൾ 4 ഇരട്ടി മേന്മയേറിയതാണ് കോഴിവളം. ചെടികളെ കരുത്തോടെ വളരാൻ സഹായിക്കുന്ന പ്രാഥമിക മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയവ ധാരാളമായി ഇതിൽ അടങ്ങിയിരിക്കുന്നു. കോഴിവളം ചെടികൾക്ക് ഇട്ട് നൽകിയാൽ മികച്ച വിളവ് കിട്ടുമെന്ന് മാത്രമല്ല, കാലങ്ങളോളം ഇതിൽ നിന്ന് വിളവെടുക്കുകയും ചെയ്യാം. കാഷ്ടത്തോടൊപ്പം മൂത്രവും ചേർന്ന് ലഭ്യമാകുന്ന കോഴിവളത്തിൽ 2.2% നൈട്രജനും 2.4% ഫോസ്ഫറസും 1.6% പൊട്ടാഷ്യം അടങ്ങിയിരിക്കുന്നു. എന്നാൽ കോഴിവളം അമിതമായാൽ ചെടികൾക്ക് ഇത് ദോഷം ചെയ്യും. കോഴിവളം മാത്രമല്ല, പഴകിയ എല്ലാ വളവും ചെടികൾക്ക് ദോഷം ചെയ്യുക തന്നെ ചെയ്യും. അതിനാൽ പഴകാത്ത കോഴിവളം കൃത്യമായ അളവിൽ ചെടികൾക്ക് നൽകിയിരിക്കണം. 1 ടൺ കോഴിവളം 145 കിലോഗ്രാം അമോണിയ സൾഫേറ്റ്, 144 കിലോഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റ്, 45 കിലോഗ്രാം പൊട്ടാഷ് വളം എന്നിവയ്ക്ക് തുല്യമായി കണക്കുകൂട്ടുന്നു. കോഴിവളത്തിന് ഗുണം കൂടുന്നതിന് 1 ടണ്ണിന് സൂപ്പർ ഫോസ്ഫേറ്റ് 45 കിലോഗ്രാമും കുമ്മായം 90 കിലോഗ്രാമും കൂട്ടിച്ചേർക്കുന്നത് നല്ലതാണ്. കൃഷിസ്ഥലത്ത് ഈർപ്പം ആവശ്യമായ തോതിൽ നിലനിർത്തി കോഴിവളം കൃത്യമായ അളവിൽ ചേർക്കുക. 250 കിലോഗ്രാം യൂറിയ, 500 കിലോഗ്രാം രാജ്ഫോസ്, 250 കിലോഗ്രാം പൊട്ടാഷ് വളം തുടങ്ങിയവ ചെടികൾക്ക് ഇട്ടു നൽകുന്നത് എല്ലാ തരത്തിലുള്ള വിളകളിൽ നിന്നും കൂടുതൽ കായ്ഫലം ലഭ്യമാകാൻ ഉത്തമമാണ്. മുഴുവൻ രാജ്ഫോസും പകുതി വീതം യൂറിയയും പൊട്ടാഷ് വളവും തൈ പറിച്ചു നടുന്നതിന് മുൻപും ബാക്കിയുള്ളത് 1 മാസം കഴിഞ്ഞും ചേർക്കുക. കാബേജ് കൃഷി ചെയ്യുമ്പോൾ ഈർപ്പം ആവശ്യമായ നിലയിൽ മണ്ണിൽ നിലനിർത്തി മാത്രം കോഴിവളം ഇട്ടു നൽകുക. ഇത് കാബേജ് നല്ല രീതിയിൽ രൂപപ്പെടുന്നതിന് സഹായകമാകും. ചെറിയ തോതിൽ അധികം താഴ്ചയിലല്ലാതെ മണ്ണിളക്കി കളകൾ നീക്കുകയും വായു സഞ്ചാരം ഉറപ്പാക്കുകയും വേണം. മുഴുത്ത കാബേജ് കിട്ടുവാൻ നട്ട് 1 മാസം കഴിയുന്നതോടെ ചുവട്ടിൽ മണ്ണടുപ്പിക്കുന്നത് നല്ലതാണ്.